ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളൊരു പുതിയൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോം ടൂറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് മാറിയ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് 1 BHK ആണ്. 2 BHK ആയിരുന്നു ഞങ്ങൾ ആദ്യം നിന്നൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് മാറുമ്പോൾ ഞങ്ങൾക്ക് 2 BHK ഒക്കെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1 BHK ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 1 BHK. അപ്പോൾ കയറിയ ഉടൻ തന്നെ ഉള്ളത് ഒരു ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ അവിടെയൊക്കെ സോഫ ഇടാനൊക്കെയുള്ള സെറ്റിങ്സിനൊക്കെയുള്ള ഭാഗമുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബാൽക്കണി ഭാഗത്തുനിന്ന് നല്ല വെളിച്ചമാണ്. ഞങ്ങൾ ആദ്യം നിന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇത്രത്തോളം വെളിച്ചമില്ലായിരുന്നു. കാരണം ഞങ്ങളെ ബാൽക്കണീൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മരം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇത്ര അങ്ങോട്ട് ലൈറ്റിംഗ് ഇല്ലായിരുന്നു. ഇതാണ് ഞങ്ങളെ കിച്ചൺ വരുന്നത്. കിച്ചണ് ലിവിങ് ഹാളിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്, അതായത് ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ ടേബിൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡൈനിങ് ടേബിൾ. ഈ ഒരു വീഡിയോ ഞങ്ങൾ സാധനങ്ങളൊക്കെ സെറ്റാക്കുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണ് ചെറിയൊരു കിച്ചണാണ്. ഇവിടെ ഏകദേശം അപ്പാർട്ട്മെൻറ്റിൽ മൊത്തം ഈ ഒരു ടൈപ്പിലുള്ള കിച്ചണുകളാണ് വരുന്നത്, ചെറിയൊരു കിച്ചണായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് ഗ്യാസിൻ്റെ സ്റ്റൗ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റൗവിൻ്റെ അടിഭാഗത്തേക്കായിട്ട് തന്നെ ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ഗ്രില്ലിങ്ങിന് അതുപോലെ ബേക്കിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ അതാ ഇത് ഗ്യാസിനാണ് വർക്ക് ചെയ്യുന്നത്, ഗ്യാസിൻ്റെ സ്റ്റൗ ആണ്. ഈ ഒരു സ്റ്റൗ ടോപ്പിനടുത്തായിട്ട് തന്നെയാണ് സിങ്ക് വരുന്നത്. സിങ്കിൽ നമുക്ക് 2 വാട്ടറും കിട്ടും, അതായത് കോൾഡ് വാട്ടറും അതുപോലെ ഹോട്ട് വാട്ടറും കിട്ടും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു സ്വിച്ച് വരുന്നത്, അത് നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിലായിട്ടൊരു ഒരു മിക്സി പോലുള്ളൊരു ഇതുണ്ട്, ഒരു ഗ്രൈൻഡിങ് ഉണ്ട്. അത് നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ അത് ആ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ ഫുള്ള് അത് അരഞ്ഞിങ്ങോട്ട് പോകും. ഫുള്ള് ഒരു ഗ്രൈൻഡിങ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് കിച്ചണ് ഒരുപാട് ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിലായിട്ടും ഒരുപാട് ഷെൽഫുകളൊക്കെ ഉണ്ട്, മേലെയും ഒരുപാട് ഷെൽഫുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജ് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് ഡിഷ് വാഷറാണ്. എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണെന്നുള്ളൂ. ഇത് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നമ്മൾ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ മാത്രമാണ് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കഴുകാനുള്ള പാത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് അടുക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഡിഷ് വാഷറിന് ഉപയോഗിക്കുന്ന ഒരു സോപ്പ് ഉണ്ട്, അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കാനുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്, ഡ്രൈ ആവാൻ അങ്ങനെയൊക്കെയുള്ള കുറേ നേരത്തെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതാ ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഷെൽഫുകൾ വരുന്നത്. ഇവിടെ ഒരുപാട് ഷെൽഫുകളൊക്കെ ഉണ്ട്, വലിയൊരു കബോർഡാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഷെൽഫുകളൊക്കെ ഉണ്ട്. ഈ ഒരു വീട് 1 BHK ആണ്, അതായത് 1 ബെഡ് അതുപോലെ 1 ഹാള് 1 കിച്ചൺ എന്നുള്ള രൂപത്തിലുള്ള ഒരു വീടാണിത്. അപ്പോൾ ഇതിലുള്ളൊരു റൂമാണ് ഈ കാണുന്നത്. ഇതാണ് റൂം വരുന്നത്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് അത്ര തന്നെ സ്പേസസ് ആയിട്ടുള്ള ഒരു റൂമല്ല, ഒരു ചെറിയൊരു റൂമാണ്. എന്നാലും നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ പറ്റിയ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം നിന്നിരുന്നത് 2 ബെഡായിരുന്നു. 2 ബെഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം റാസി മക്കൾ വേറെ കിടക്കൊന്നുമില്ലല്ലോ, അപ്പോൾ അതിൻ്റെ വേറൊരു ബെഡ്റൂമിൽ വെച്ചിട്ടൊരു ആവശ്യം വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു 1 ബെഡിലും ഞങ്ങൾക്ക് ഓക്കെയാണ്. എത്ര സൗകര്യമാണുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയായാലും നമ്മൾ സെറ്റായി വരുമല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൽ തന്നെയാണ് സ്റ്റോറേജ് വരുന്നത്. ഡ്രസ്സിങ് റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു സ്റ്റോറേജ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ സാധനങ്ങളെല്ലാം അടുക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ബാത്റൂം വരുന്നത്. അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ വാഷ് ബേസും അതുപോലെ നല്ലൊരു മിറർ ഉണ്ട്, അതുപോലെ ബാത്ത് ടബ്, അതുപോലെ ടോയ്ലറ്റ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിന് അടിക്കായിട്ടൊക്കെ ഷെൽഫുകളൊക്കെ ഉണ്ട്. ഇതാണ് വാഷ് സ്പേസ്. അതുപോലെ ബാത്റൂമിൽ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ ഉണ്ട്. പിന്നെ ഇനി അടുത്തതായി ഞങ്ങൾ ബാൽക്കണി കാണാം. ഇതാണ് ബാൽക്കണി കുറച്ചധികം സ്പേസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ്. ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ഇത്ര സ്പേസസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബാൽക്കണി. നല്ല വ്യൂ ആണ് പുറത്തേക്ക്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് മല ഒക്കെയാണ് ഉള്ളത്. കണ്ടോ, ആ ഒരു ഭാഗത്തേക്ക് വെള്ളമൊക്കെ കാണുന്നത് അത് മഞ്ഞാണ്, മഞ്ഞിൻ്റെ മലയാണ് കാണുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ്, നല്ല തണുപ്പ് കാലാവസ്ഥയിൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്.
ഞങ്ങൾ ലാംറാജിലായിരുന്ന ടൈമിൽ അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് സൈഡ് ആ ഒരു വ്യൂ ആയിരുന്നു. പക്ഷേ എനിക്കതായിരുന്നു നല്ല ഇഷ്ടം, കാരണം നമുക്ക് ആളുകളെയും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അതങ്ങനെ ആളുകൾ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർ മാത്രമേ ഈ ഒരു ഭാഗത്ത് കൂടെ പോവുള്ളൂ. പിന്നെ ഈ ഒരു ബാൽക്കണിയിൽ തന്നെ ഈ ഒരു റൂം വരുന്നത് ഇത് ഹീറ്ററിൻ്റെ അതുപോലെ AC അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ എന്തൊക്കെയോ മെഷീനറീസ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.